ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇസ്രായേൽ ഇറാന്റെ കനത്താക്രമണം തുടരുന്നു. ഇറാഖിലെ താജ് സൈനിക ക്യാമ്പിൽ ആക്രമണം നടന്നതായി സ്ഥിരീകരണം. 4 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തലിന് ധാരണയായെന്നും 24 മണിക്കൂറിൽ യുദ്ധം അവസാനിക്കുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം സമൂഹ മാധ്യമത്തിലൂടെ സ്ഥിരീകരിക്കാതെ ഇറാനും ഇസ്രായേലും ടെൽ അവീവിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇറാൻ. ഖത്തറിലെ US സൈനിക കേന്ദ്രത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ താറുമാറായി വ്യോമഗതാഗതം. വിമാനത്താവളങ്ങളിൽ കുടുങ്ങി ആയിരങ്ങൾ. കേരളത്തിൽ നിന്നടക്കം നിരവധി അന്താരാഷ്ട്ര സർവീസുകൾ മുടങ്ങി. അടച്ച വ്യോമപാത പുലർച്ചെയോടെ തുറന്നു ഖത്തർ. വിമാന കമ്പനികൾ സർവീസുകൾ പുനരാരംഭിച്ചു തുടങ്ങി. കോഴിക്കോട് ബേപ്പൂരിൽ യുവാവ് പോലീസിന്റെ മർദ്ദനത്തിനിരയായെന്ന പരാതി. മർദ്ദനമേറ്റത് ബേപ്പൂർ സ്വദേശി അനന്തുവിന്. ശരീരത്തിൽ ലാത്തിയടിയേറ്റതിന് സമാനമായ പാടുകൾ. പരിക്കേറ്റ അനന്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അനന്തുവിനും സുഹൃത്തിനുമെതിരെ കഞ്ചാവ് വലിച്ചതിന് കേസെടുത്ത പോലീസ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി മന്ത്രി വി ശിവൻകുട്ടി. പൊതുദർശനം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. കാത്തിരിപ്പിനൊടുവിൽ ആക്സിയം 4 ദൗത്യം നാളെ. വിക്ഷേപണം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. 26-ന് വൈകിട്ട് 4:30-യോടെ ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ്. മെയ് 29-ന് നടക്കേണ്ടിയിരുന്ന ദൗത്യം മാറ്റിവെച്ചത് 6 തവണ.